Sophie. I am Adam. അപ്പോൾ ഞങ്ങൾ ഇന്നുള്ളതെന്ന് പറഞ്ഞാൽ മസ്കറ്റിലെ മാൾ ഓഫ് മസ്കറ്റിലാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് അക്വേറിയം കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വ്ളോഗാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പോവാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇത് അതിൻ്റെ ചെറിയ ഡെമോ ആണ്. ഇതിൻ്റെ ഉള്ളിൽ കയറിയാലാണ് നമുക്ക് ഫുള്ള് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം അത് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇത് കണ്ടപ്പോൾ തന്നെ നല്ല സന്തോഷമായി. അപ്പോൾ ഉള്ളിൽ കയറിയപ്പോൾ എന്താണ് അതിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഞങ്ങളിതാ അതിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കേഷൻ അറിയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൗണ്ടർ. കയറാൻ പോവാണ്. അപ്പോൾ അത് ഭയം. ഫസ്റ്റ് തന്നെ ഇത് അവിടെ ഫോട്ടോ എടുത്ത് തരും. നമ്മളിത് സ്റ്റാർട്ടിങ്ങിൽ കയറിയപ്പോൾ തന്നെ ഇതാ ഗ്രീൻ സ്ക്രീനൊക്കെ വെച്ച് ഞങ്ങളുടെ ഫോട്ടോ എടുത്തു. അപ്പോൾ നമുക്കിതാ കയറാം. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ നമുക്കിതാ ഇവിടെ കുറേ മീനുകളെ കാണാൻ പറ്റും. അപ്പോൾ ഇതാ അത് മീനുകളെ കണ്ട തൊട്ടോ വായോ. അപ്പോൾ ഗൈസ് ആദ്യമേ പേടിയാണ്. അപ്പോൾ ഇതാ ഞാനിതാ ഇങ്ങനെ ആക്കിയിട്ടൊന്നും ഇതിന് മനസ്സിലാവില്ല. കാരണം ഇത് അത്രയും തിക്കായിട്ടുള്ള ഗ്ലാസ്സാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിവിടെ അത്രയും ബ്യൂട്ടിഫുള്ളാണ്. ഇതിൻ്റെ മുകളിലൊരു മലയുടെ ഒരു ഇത് വെച്ചിട്ട് അപ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഇതാ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ അവർ ഓരോ ബോർഡായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ ഫിഷും ഇതൊക്കെ ഉണ്ട് കാണാൻ. അപ്പോൾ നമുക്കിതാ ആ മീനിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കാം. അതിൻ്റെ പേരെന്ന് പറയുന്നത് അറേബ്യൻ കില്ലി ഫിഷ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുമ്പോൾ 3 to 9 മാസമാണ്. വെറും 9 മാസമുള്ളൂ. പിന്നെ ഇതിൻ്റെ ഡയറ്റ് എന്ന് പറയുമ്പോൾ വേംസ്, അക്വാറ്റിക് ക്രസ്റ്റേഷ്യൻസ്, മൊസ്കിറ്റോ ഇതൊക്കെയാണ് അത് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിതവിടെ ചെറിയ മീനുകളെ കാണാൻ പറ്റും. ഭയങ്കര ചെറിയ മീനുകളാണ്. അപ്പോൾ ആദ്യം അത് അങ്ങോട്ട് പോയി. കുറേ മീനുകളുണ്ട്, അത് കാണാൻ വേണ്ടി പോയി. അപ്പോൾ ഇവിടെ ചെറിയ കുറേ മീനുകളുണ്ട്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്ട്രീറ്റിൻ്റെ പോലൊക്കെ സ്കൾപ്ചറൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല രസമാണ് ഇതൊക്കെ കാണാൻ. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഇതാ നമ്മളിത് ഇവിടെ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ സൈഡിൽ നോക്കാം. ഇത് ലെസർ ഈജിപ്ഷ്യൻ ജെർബോവയാണ്. ലൈഫ് സ്പാൻ എന്ന് പറയുമ്പോൾ 7 years ആണ്, 7 വർഷം. പിന്നെ ഡയറ്റ് ഇൻസെക്ട്സും പ്ലാന്റ്സും ആണ്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. അപ്പോൾ ഇത് ആൾ ഇതിൻ്റെ ഉള്ളിലാണ്, ചെറിയ കുടുക്കയുടെ ഉള്ളിലാണ്. അപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെസർ ഈജിപ്ഷ്യൻ ജെർബോവയാണ്. ഒന്നുകൂടി ഡയറ്റ് പറയാം. ഡയറ്റ് ഇൻസെക്ട്സും പ്ലാന്റ്സും. ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുമ്പോൾ 7 വർഷമാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതെന്ന് പറയുമ്പോൾ ഇതാ ഇവിടെയാണ്. ഇതെന്ന് പറയുമ്പോൾ അറേബ്യൻ കെമീലിയൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുമ്പോൾ 5 to 7 വർഷമാണ്.
അപ്പോൾ ഇതാ ഇതിൻ്റെ ഡയറ്റ് എന്ന് പറയുമ്പോൾ റോഡൻസ്, ആംബിബിയൻസ്, ലിസാർഡ്, സ്മോൾ ബേർഡ്സ് ഇതൊക്കെയാണ് അത് കഴിക്കുക. അപ്പോൾ ഇതാ ആളിതാ അവിടെയാണ് കെമീലിയൻ. ഇതാ മുകളിൽ നിങ്ങൾക്ക് കാണേണ്ട അറിയില്ല, ഇതാ ഞാനിപ്പോൾ ഇതാ കറക്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അതാണ് കെമീലിയൻ. അപ്പോൾ ഇതാ അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ അപ്പോൾ ഇതാ നമ്മളിവിടെ വന്നാൽ ഡ്വാർഫ് ക്രോക്കഡൈൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് തീരെ ഇളകുന്നില്ല. ഞങ്ങൾ കുറേ നേരമായി വന്നിട്ട്, അപ്പോൾ ഇതുവരെ ഇത് ഇളകിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരെന്ന് പറയുമ്പോൾ ഡ്വാർഫ് ക്രോക്കഡൈലാണ്. ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുമ്പോൾ 75 years ആണ്. അപ്പോൾ അതിൻ്റെ ഗ്ലാസ്സൊക്കെ ഭയങ്കര തിക്കാണെങ്കിലും നമുക്ക് കൺമുമ്പിൽ കാണുന്നത് പോലെയാണ്, നേരിട്ട് കാണുന്ന പോലെയാണ് അതിൻ്റെ ഫീല് വരിക. ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുമ്പോൾ 23 years ആണ്. അപ്പോൾ ഇതാ കാണുമ്പോൾ ഇവിടെയാണ്, ഈ സൈഡിൽ അതാണ് സ്നേക്ക്. അപ്പോൾ ഇത് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു കളറിൽ അവർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് നല്ലൊരു ഇതായിട്ട് തോന്നുന്നു. അപ്പോൾ ഇതാ ഇവിടെ നമുക്ക് കുറേ ഫിഷിനെ കാണാം. അപ്പോൾ ഇതാ നേരത്തെ ഞാനൊരു ഫിഷിനെ കണ്ടു. ഇതാണ് ആ ഫിഷ്. ഇത് ഈലാണ്. ഇത് ഇളകുന്നുണ്ട്. ഇതൊരു ഫിഷാണ്. ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതിൻ്റെ പേരെന്ന് പറയുമ്പോൾ ഈലാണ്. അപ്പോൾ ഇവിടെ സൈഡിൽ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഫിഷിൻ്റെയും ഡീറ്റെയിൽസ്, ഡയറ്റ്, ഹാബിറ്റാറ്റ്, ഡിസ്ട്രിബ്യൂഷൻ, ഡിഡ് യു നോ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചു തന്നതാണ് ഇത് ഹണികോം മൊറേ ഈൽ അഥവാ ജിംനോതോറാക്സ് ഫറാഗിനസ്. അതെനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ഇളകുന്നുണ്ട്. അതെനിക്ക് നല്ല ഒരു സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നി. കാരണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആ മീനിനെ. അപ്പം ഇതിന് നല്ല നീളമുണ്ട്. മുകളിലേക്ക് പോകുന്നുണ്ടോ ഗൈസ്? പിന്നെ ഇതിൽ കുറേ ഫിഷ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഇപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്നേർക്കാണ്. ഗൈസ് എല്ലാം അതും ഒരൊറ്റയടിക്ക് വന്നു. വാവ്. അപ്പം ഉള്ള പ്രത്യേകത ഞാൻ കണ്ടത് ഇതെല്ലാതും ഒപ്പാണ് പോകുന്നത്, വേറെ സ്ഥലത്തേക്ക് ഒന്നും പോകുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതെന്ന് പറയുമ്പോൾ ബോവ കൺസ്ട്രക്ടേഴ്സ് ആണ്. ഇതിൻ്റെ ഡയറ്റ് എന്ന് പറയുമ്പോൾ സ്മോൾ റോഡൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, എഗ്സ്, ആംബിബിയൻസ് ഇതൊക്കെയാണ്. ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുമ്പോൾ 30 വർഷമാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബോവ കൺസ്ട്രക്ടേഴ്സ് ആർ നോൺ വെനമസ്, അതായത് വിഷം ഉണ്ടാവില്ല അതിൽ. അപ്പോൾ നമുക്കിതാ ഇതൊരു പാമ്പാണ്, ഭയങ്കര വലിയ പാമ്പാണ്. ഇതിൻ്റെ 4 മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആൾ ഇളകാതെ ഇരിക്കുകയാണ്, നമ്മുടെ ക്രോക്കഡൈലിൻ്റെ പോലെ തന്നെ. അപ്പോൾ നമുക്ക് നടക്കാം അങ്ങോട്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടക്കുമ്പോൾ നമുക്കിതാ ഇവിടെ ഒരു പോണ്ട് കാണാൻ പറ്റും, പോണ്ട് പോലത്തെ സെറ്റപ്പിൽ. അപ്പോൾ ഇവിടെ കുറേ ഫിഷുകൾ തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഫിഷുകൾ തന്നെയാണ്. ഈ ഫിഷുകളിലൊക്കെ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ബ്ലൂ കളർ ഫിഷാണ്, ഒരു ഡാർക്ക് കളർ ബ്ലൂ ആണ് ചിലതിനൊക്കെ. അപ്പോൾ നിങ്ങൾ ഒമാനിലുള്ളവരാണ് ഇതെന്തായാലും വിസിറ്റ് ചെയ്യണം. വിസിറ്റ് ചെയ്യാത്തവരാണെങ്കിൽ വിസിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് മുന്നിലേക്ക് നടക്കാം. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ ഫിഷസ് ആണ്, പക്ഷെ ഇത് വേറെ ടൈപ്പ് ഫിഷാണ്. നമുക്കിതാ ഓക്കെ. അപ്പോൾ ആ സൈഡിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫിഷിനെ കണ്ടതെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ഫിഷ് ഗൈസ്. ഇതൊക്കെ വൈറ്റ് കളർ ഫിഷസ് ആണ്. അപ്പോൾ ഗൈസ് ഇവിടെയും കുറേ മീനുകളുണ്ട്, പക്ഷെ ഇത് നല്ല കളർഫുൾ ആണ് ഗൈസ്. യെല്ലോ, ബ്ലൂ, ഡാർക്ക് ബ്ലൂ ഒക്കെയാണ്. ഇവിടെ സ്റ്റാർ ഫിഷ് ഉണ്ട് ഗൈസ്, സ്റ്റാർ ഫിഷ്.
ഇവിടെ ഉണ്ട് കുറേ സ്റ്റാർ ഫിഷ് ഉണ്ട് ഗൈസ് ഇതിൽ. ഇവിടെ സ്റ്റാർ ഫിഷ്. അപ്പോൾ ഇത് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടറിയണം. അപ്പോൾ ഇതിൽ കുറേ സ്റ്റാർ ഫിഷുകളുണ്ട്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ക്രിഷ്യൻ സ്റ്റാർ കിൽക്കിറ്റ, ലൈഫ് സ്പാൻ 7 to 10 വർഷം, സൈസ് 4 centimeter. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട സ്റ്റാർ ഫിഷ്. അപ്പോൾ നമുക്ക് ഇനി നടക്കാം. അപ്പോൾ ഇവിടെ ടേർട്ടിലുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. വലിയ ടേർട്ടിലാണ്. പിന്നെ ഇതാ അവിടെ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന വലിയ ഫിഷ് എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ടിപ്പ് ഷാർക്കാണ്. അപ്പോൾ ഇതാ പോകുന്നതാണ് ബ്ലാക്ക് ടിപ്പ് ഷാർക്ക്. അപ്പോൾ ഈ അക്വേറിയം എന്ന് പറയുമ്പോൾ മിഡിൽ ഈസ്റ്റിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് അക്വേറിയംസ് ആണ്. അപ്പോൾ നേരത്തെ കണ്ട ബ്ലാക്ക് ടിപ്പ് ഷാർക്കാണിത്. ഇത് സിൽവർ ഗ്രണ്ട്, അതിലുള്ള സിൽവർ ഗ്രണ്ടാണ്. ഡയറ്റ് എന്ന് പറയുമ്പോൾ ഇൻവെർട്ടിബ്രേറ്റ്സ്, ഷ്രിംപ്, ക്രസ്റ്റേഷ്യൻസ് അതൊക്കെയാണ്. പിന്നെ നമുക്ക് ഇവിടെ കണ്ടാൽ ഒരു ചെറിയ മീനുണ്ട്. ഒരു ഡിസ്ക്രിപ്ഷനൊന്നും ഞാൻ കാണുന്നില്ല ഗൈസ്. അത് ആ മുകളിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ക്യാമറയിൽ ക്ലിയർ ആവില്ല. പക്ഷേ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഇന്ത്യൻ ഓയിൽ സെഡൈൻ എന്നാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഗൈസ്. ഇതാ ഇവിടെ ടേർട്ടിൽസ് ഉണ്ട്. നേരത്തെ അവിടെ ടേർട്ടിലിനെ കണ്ടു, പക്ഷെ അത് ചെറുതായിരുന്നു. ഇത് വലിയ ടേർട്ടിൽസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അത് മുകളിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറയുമ്പോൾ ഗ്രീൻ ടേർട്ടിലാണ്. ഇതായത് 2 ഗ്രീൻ ടേർട്ടിൽസ് ഉണ്ട്. അപ്പോൾ അത് നല്ല രസമാണ്. അതിന് കൂടെ ചെറിയ ചെറിയ ഫിഷസും ഉണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് ഗ്രീൻ ടേർട്ടിൽ. അപ്പോൾ ഇത് ലൈഫ് സ്പാൻ എന്ന് പറയുമ്പോൾ 80 വർഷം അതിന് കൂടുതലാണ്, 80 years or more. അപ്പോൾ ഗൈസ് നമ്മളിത് അടിയിട്ട് പോവാണ്.
പോലെ തന്നെ അവിടെ വരുന്നുണ്ട്. അപ്പൊ ആദ്യമൊക്കെ ഷാർക്ക് സുഖമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കയറിയപ്പോൾ തന്നെ മുകളിൽ തേനീച്ചക്കൂട് പോലൊക്കെ ആക്കിയിട്ടുണ്ട്. നേരത്തെ കണ്ടപോലെ തന്നെ ഓരോ സ്പെഷ്യൽ ടൈപ്പ് ഫിഷിനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആൽബിനോ റെയിൻബോ ഷാർക്കാണ്. നമ്മുടെ ഇന്ത്യ അവിടെ ഉണ്ട്. അപ്പൊ ഗൈസ് ഇതാണ് സിൽവർ ബാല ഷാർക്ക്, ഈ ബ്ലാക്ക്. പിന്നെ അടിയിൽ കാണുന്നതാണ് ആൽഗെ ഈറ്റൺ ആൽബിനോ. പിന്നെ സിൽവർ ബാല ഷാർക്കാണത്. അത് കഴിഞ്ഞിട്ട് ഇതാ നോക്കി, ഇവിടെ നോക്കിയാൽ ഗ്ലാസ് കാറ്റ് ഫിഷ് ആണ്. ഗായ്സ് ഇത് നോക്ക്, ഇതിന്റെ നമുക്ക് അതിന്റെ മുള്ളൊക്കെ കാണാൻ പറ്റും. ഗ്ലാസ് കാറ്റ് ഫിഷ് എന്നാണ് അതിന്റെ പേര്. എനിക്കതിന്റെ ഉള്ളിലത്തെ ഇതൊക്കെ കാണാൻ പറ്റും. അതിന്റെ മുള്ളും ഇതൊക്കെ ശരിക്കും കാണാൻ പറ്റും നമുക്ക്. അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ റെഡ് ടെയിൽഡ് ബ്ലാക്ക് ഷാർക്ക്. അതാണ് ഇതല്ല, ആ ബ്ലാക്ക് കളർ. അതിന്റെ ടെയില് റെഡ് ആയതുകൊണ്ടാണ് തോന്നുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ കുറേ കാണാൻ പറ്റും.
Wow, wonderful. Wow, wonderful. Wow, no wonderful. Wow, 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 so Wow, wonderful. wow, wonderful. Wow, Wow, wonderful. Wow, wonderful. Wow, wonderful. Wow, wonderful. Wow, wonderful. ഇതിന്റെ പേരാണ് റിബൺ ഈൽ. അത് റിബണിന്റെ പോലെ ഇരിക്കണോണ്ടാണ് തോന്നുന്നു റിബൺ ഈൽ പറയുന്നത്. ഇവിടെ അടിപൊളി സ്ഥലമാണ്. കാരണം ഇതിന്റെ ലൈറ്റൊക്കെ കൊടുത്തിട്ടുള്ളത് നല്ല രസമാണ്. പിങ്ക് ഒക്കെ ഇട്ട് ഇങ്ങോട്ട് എത്തുമ്പോൾ ഗ്രീൻ. പക്ഷേ ഹലോ ഹലോ Hello, 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 hello. ഫിഷേ സുഖമാണോ? വിശേഷങ്ങളോ? എന്താ വിശേഷം? എന്താ വിശേഷം? ഭക്ഷണം കഴിച്ചാ? ഭക്ഷണം കഴിച്ചോ? അപ്പൊ നല്ല രസമുണ്ടല്ലോ കാണാന്. ഹലോ ഹലോ എന്തുവായോ? Hello, hello.
ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളിവിടെ നല്ല എൻജോയ് ചെയ്തു. അപ്പോൾ ക്യാമറയിൽ അത്രയും ക്വാളിറ്റി ഫീൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഫീൽ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യണം. എപ്പോഴെങ്കിലും ഒമാനിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യണം. ഇത് മസ്കറ്റിൽ സ്ലീബിലുള്ള മാൾ ഓഫ് മസ്കറ്റിലാണ്. അപ്പോൾ ഇതിൻ്റെ പേര് ഒമാൻ അക്വേറിയം എന്നാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താലേ ഞങ്ങൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.